വിലക്കപ്പെട്ട പ്രണയം ഭാഗം 6. എങ്ങനെയെങ്കിലും അങ്ങോട്ടൊന്ന് എത്തിയാൽ മതി എന്ന ചിന്തയിലായിരുന്നു ആമി. അവിടെ എത്തി ആമി ഓടി വീടിനകത്തേക്ക് കയറി. മുത്തശ്ശി എവിടെ ഉഷ ചേച്ചി? വീട്ടിലേക്ക് കയറിയപ്പോൾ തന്നെ മുന്നിൽ നിന്നിരുന്ന ഉഷ എന്ന ജോലിക്കാരിയോട് അവൾ കാര്യം തിരക്കി. അകത്തുണ്ട്, മുറിയിൽ കിടക്കുവാണ്. വേഗം തന്നെ ബാഗ് വെച്ച് കുളിച്ച് ഡ്രസ്സൊക്കെ മാറിയതിന് ശേഷം ആമി മുത്തശ്ശിയുടെ അടുത്തേക്ക് ഓടി. എന്തു പറ്റിയതാ മുത്തശ്ശി? കട്ടിലിലിരുന്ന് ബുക്ക് വായിക്കുകയായിരുന്ന മുത്തശ്ശിയുടെ അരികിൽ താഴേക്കിരുന്നു കൊണ്ട് അവൾ ആകുലതയോടെ ചോദിച്ചു. നീ ഇത്ര വേഗം ഇങ്ങോട്ട് വന്നോ? കയ്യിലുള്ള ബുക്ക് ബെഡിലേക്ക് വെച്ചുകൊണ്ട് മുത്തശ്ശി അവളോട് അത്ഭുതത്തോടെ തിരക്കി. ചോദിച്ച കാര്യം പറയും മുത്തശ്ശി, എന്തു പറ്റിയതാ ഇത്? അവൾ ആകുലതയോടെ വീണ്ടും മുത്തശ്ശിയോട് ചോദിച്ചു. അതിന് മുത്തശ്ശി ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാൻ മാത്രം ഒന്നുമില്ല എൻ്റെ കൊച്ചേ. നമ്മുടെ പിന്നിലുള്ള വാതിൽ പടിയിൽ തട്ടി ഒന്ന് പുറത്തേക്ക് വീണുപോയി. വീഴുമ്പോൾ മുട്ടടിച്ച് വീണു. അതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലിന് ചെറിയൊരു പൊട്ടലുണ്ട്. 3 മാസത്തേക്കാണ് ഈ പ്ലാസ്റ്റർ ഇടണമെന്ന് പറഞ്ഞിരിക്കുന്നത്. സൂക്ഷിക്കണ്ടേ മുത്തശ്ശി? ഇതിപ്പോൾ എത്ര വേദനയുണ്ടാകും? അത്രയ്ക്കൊന്നും വേദനയൊന്നും ഇല്ല എൻ്റെ കൊച്ചേ. ഇത് മൂടിക്കെട്ടി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അതിൻ്റെ ഒരു അസ്വസ്ഥത മാത്രം. അല്ലാതെ എനിക്കിപ്പോൾ വേറെ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ നിനക്ക് കുറച്ച് കൂടുതൽ പണിയായി. മുന്നത്തെ പോലെയല്ല. ഇപ്പോൾ ഒരു താങ്ങില്ലാതെ നടക്കാൻ പറ്റുന്നില്ല എനിക്ക്. പിന്നെ പണ്ടത്തേതിൽ നിന്ന് 2-3 മരുന്നുകൾ ഇപ്പോൾ കൂടുതൽ കഴിക്കണം. അത്ര മാത്രമേ ഉള്ളൂ. നിസ്സാരമട്ടിൽ മുത്തശ്ശി പറഞ്ഞതും അവരെ ഒന്ന് കൂർപ്പിച്ച് നോക്കി ആമി. പിന്നീട് അങ്ങോട്ട് അവരെ അവൾ ഇടം വലം തിരിയാതെ ശുശ്രൂഷിക്കുകയായിരുന്നു. 22 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി ശരിക്കവരെ ഒരു മകളെന്നതുപോലെ ശുശ്രൂഷിച്ചു. അവർക്ക് അവളൊരു അത്ഭുതമായി തോന്നാൻ തുടങ്ങിയിരുന്നു. കാരണം വെറുമൊരു ജോലിക്കാരിയായി വന്ന് അവൾ തങ്ങളുടെ എല്ലാ മനസ്സിനെ അത്രത്തോളം സ്വാധീനിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവളുടെ സ്വഭാവം, പെരുമാറ്റം, രീതികൾ, എല്ലാവരോടുമുള്ള ഇടപഴകൽ എല്ലാം കൊണ്ടും അവളെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി തോന്നിച്ചു മുത്തശ്ശിക്ക്. പ്ലാസ്റ്റർ ഇട്ടിട്ട് ഇന്നേക്ക് ഒരാഴ്ചയായിട്ടുണ്ട്. ഇത്ര ദിവസമായിട്ടും മുത്തശ്ശിക്കൊരു കൊച്ചുമകനുണ്ട് എന്ന് പറഞ്ഞിട്ട് അയാൾ ഇതുവരെ വന്ന് കണ്ടിട്ടില്ല. മാത്രമല്ല അങ്ങനെ ഒരാളെക്കുറിച്ച് മുത്തശ്ശിയോ ഇവിടെയുള്ള ആരും പറഞ്ഞു കേട്ടിട്ടുമില്ല, കണ്ടറിഞ്ഞിട്ടുമില്ല. അയാൾ എവിടെയാണെന്ന് താൻ അന്വേഷിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ആമി അത് മുത്തശ്ശിയോട് ചോദിക്കാനും നിന്നിട്ടില്ല. അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിക്ക് എപ്പോഴും പുസ്തകങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്ന ശീലമുണ്ട്. അങ്ങനെ മുത്തശ്ശി വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകത്തിൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ചറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് മുത്തശ്ശിയുടെ ഫോണിലേക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുന്നത്. സ്ക്രീനിൽ മുത്തശ്ശിയും കൂടെ ഒരു ചെറുപ്പക്കാരനും കൂടി നിൽക്കുന്ന ഫോട്ടോ ചെറുതായിട്ട് തെളിഞ്ഞു വരുന്നത് ആമി ഒരു മിന്നായം പോലെ കണ്ടിരുന്നു. ഹലോ. ഇത്രയും നേരം തന്നോട് മധുരമായി സംസാരിച്ചിരുന്ന മുത്തശ്ശിയുടെ ശബ്ദം പെട്ടെന്ന് തികഞ്ഞ ഗൗരവത്തിലായത് ആമി അത്ഭുതത്തോടെ നോക്കിക്കണ്ടു. മുത്തശ്ശി അല്പം ഗൗരവക്കാരി തന്നെയാണ്. ഇവിടെയുള്ള ബാക്കി എല്ലാവരോടും ഇടപഴകുമ്പോൾ സംസാരത്തിൽ അല്പം ഗൗരവം വരാറുണ്ട്. പക്ഷേ തന്നോട് ഇതുവരെ അങ്ങനെ ഗൗരവത്തിലൊന്നും പെരുമാറിയിട്ടില്ല. ആദ്യത്തെ കുറച്ച് ദിവസം തന്നോടും അങ്ങനെ തന്നെയായിരുന്നു പെരുമാറിയത്. പിന്നീട് അങ്ങോട്ട് തന്നോട് സോഫ്റ്റായിട്ട് തന്നെയാണ് സംസാരിച്ചിട്ടുള്ളതും പെരുമാറിയിട്ടുള്ളതും എല്ലാം. അങ്ങനെയുള്ളപ്പോൾ ഇപ്പോൾ പെട്ടെന്ന് ഇത്രയും നേരം നന്നായിട്ട് സംസാരിച്ചിരുന്നിട്ട് ഫോൺ കോളിൽ ഗൗരവത്തോടെ സംസാരിക്കുന്ന മുത്തശ്ശിയെ അവൾ തെല്ലു അത്ഭുതത്തോടെ തന്നെയാണ് നോക്കിയിരുന്നത്. പിന്നെ എന്തെങ്കിലും പേഴ്സണൽ കാര്യങ്ങളോ ആകും എന്ന് കരുതി ആമി പതിയെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയെങ്കിലും മുത്തശ്ശി കൈകൊണ്ട് അവളോട് അവിടെ തന്നെ നിൽക്കാൻ പറഞ്ഞ് അതിനെ വിലക്കി. ആമി അവിടെ തന്നെ ഇരുന്നു. മുത്തശ്ശി ഫോണിലൂടെ അയാളോട് ഗൗരവത്തോടെ ഇങ്ങോട്ട് വരണ്ടെന്നും കുറെ ദേഷ്യപ്പെട്ട് എന്തൊക്കെയോ വഴക്കും പറയുന്നതൊക്കെ അവൾ കേൾക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കേൾക്കുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് ആമി അവിടെ നിന്നത്. താനിതൊന്നും ശ്രദ്ധിക്കുന്നില്ല എന്ന പോലെ. അല്പസമയം കഴിഞ്ഞതും ഫോൺ കട്ട് ചെയ്തുകൊണ്ട് അത് ബെഡിലേക്ക് വീണ്ടും ഇട്ട് മുത്തശ്ശി തൻ്റെ ബുക്ക് എടുത്തു. എൻ്റെ കൊച്ചുമോനാണ്. നീ ഇവിടെ വന്നിട്ട് ഇപ്പോൾ 1 മാസത്തിലധികമായില്ലേ? എന്നെങ്കിലും ഇങ്ങനെ ഒരാളെ നീ ഇവിടെ കണ്ടിട്ടുണ്ടോ? ഗൗരവത്തിൽ മുത്തശ്ശി ചോദിച്ചതും ആമി ഇല്ലെന്ന രീതിയിൽ ചുമല് കൂച്ചി. അതാണ്, അവൻ അങ്ങനെ ഇങ്ങോട്ടൊന്നും വരില്ല. ഊര് തണ്ടി ഇങ്ങനെ നടക്കും. ഒന്ന് നിശ്വസിച്ചുകൊണ്ട് മുത്തശ്ശി അവളോട് പറഞ്ഞു. മുത്തശ്ശി അങ്ങനെ പറഞ്ഞപ്പോൾ അവൾക്ക് അയാളെക്കുറിച്ച് കേൾക്കാൻ ഒരു കൊതി. അതിലും കൂടുതലായി അതാരാണെന്ന് അറിയാനുള്ള ഒരുതരം ആകാംക്ഷ. മനസ്സിൽ അങ്ങനെ തോന്നിയെങ്കിലും അതവൾ തുറന്നു ചോദിച്ചില്ല. ആ ഇരിക്കുന്ന അലമാരിയുടെ ഉള്ളിൽ ഏറ്റവും അടിയിലെ തട്ടിൽ ഒരു ആൽബം ഇരിക്കുന്നുണ്ട്. നീ അതിങ്ങെടുക്ക്. മുത്തശ്ശി പറഞ്ഞതും ആമി തലയാട്ടിക്കൊണ്ട് വേഗം പോയി അലമാരയിൽ നിന്നും ആ ആൽബം എടുത്തു വന്നു. പൊടിയൊന്നും പിടിച്ച ആൽബം അല്ല. അത് കണ്ടാലറിയാം അത്യാവശ്യം പഴക്കമുള്ളതാണ്. എന്നിരുന്നാലും വൃത്തിയായിട്ട് തന്നെ എല്ലാം സൂക്ഷിച്ചിരിക്കുകയാണ്. മുത്തശ്ശി അത് മടിയിലേക്ക് വെച്ച് ആദ്യത്തെ പേജ് നിവർത്തി. ആമി അത് കാണാനായി കൗതുകത്തോടെ അതിലേക്ക് നോക്കി കാത്തിരുന്നു. മുത്തശ്ശി അത് മറ്റുള്ള ആൽബങ്ങളിൽ നിന്നും പ്രധാനപ്പെട്ട ഫോട്ടോകൾ മാത്രം എടുത്തുണ്ടാക്കിയ ആൽബമാണ് ഇതെന്ന് അവൾക്ക് പറഞ്ഞു കൊടുത്തു. ആദ്യത്തെ പേജുകളിൽ മുത്തശ്ശിയുടെ കല്യാണം മുതലുള്ള ഫോട്ടോസ് അടക്കി അടക്കി വെച്ചിട്ടുണ്ട്. മുത്തശ്ശിയെ പോലെ തന്നെ മുത്തശ്ശിയുടെ ഭർത്താവിനും നല്ല പൊക്കവും നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. മുത്തശ്ശിക്ക് ആദ്യം ഒരു പെൺകുട്ടിയായിരുന്നു ജനിച്ചത്. അന്നത്തെ കാലത്ത് വീട്ടിലുള്ള പ്രസവവും അതിനുശേഷമുള്ള വേണ്ട രീതിയിലുള്ള ശുശ്രൂഷകളൊന്നും കിട്ടാത്തത് കൊണ്ട് തന്നെ ആ പെൺകുട്ടി ജനിച്ച് 56 ദിവസം കഴിഞ്ഞതിന് ശേഷം മരിച്ചുപോയി എന്നും മുത്തശ്ശി പറഞ്ഞു. അതിൻ്റെ ഫോട്ടോസ് എല്ലാം അതിലുണ്ടായിരുന്നു.
അതിനുശേഷമാണ് മുത്തശ്ശിക്ക് അടുത്ത മകൻ ജനിക്കുന്നത്. എബ്രഹാം എന്നാണ് പേരെന്നും പറഞ്ഞു. ആളുടെ കുഞ്ഞിലെയുള്ള ഫോട്ടോസൊക്കെ അതിലടക്കി വെച്ചിരിക്കുന്നത് ആമി കൗതുകത്തോടെ നോക്കി. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. ആമി ഓരോന്നും നോക്കിയിരിക്കുന്ന സമയത്താണ് എബ്രഹാമിൻ്റെ വലുതായിട്ടുള്ള സമയത്തുള്ള ഫോട്ടോയും അദ്ദേഹത്തിൻ്റെ കല്യാണത്തിൻ്റെ ഫോട്ടോയും ഒക്കെ കാണുന്നത്. അതൊക്കെ കാണിച്ചപ്പോഴും അതിനെക്കുറിച്ച് പറയാനുമെല്ലാം മുത്തശ്ശിക്ക് അത്ര വലിയ ഉത്സാഹമൊന്നും ഉണ്ടായിരുന്നില്ലെന്ന് ആമി ശ്രദ്ധിച്ചു. അതിനുശേഷം വരുന്നൊരു പേജിൽ ഒരു ചെറിയ ചെക്കൻ്റെ പടം, ഒരു കുഞ്ഞിച്ചക്കൻ. ആരായാലും ഒരു നിമിഷം അവനെ നോക്കിയിരുന്നു പോകും. അത്രത്തോളം ഭംഗിയുള്ള കുഞ്ഞു മുഖവും കുഞ്ഞുമേനിയും. ഇതാണെൻ്റെ കൊച്ചുമകൻ എബിൻ എബ്രഹാം കാട്ടുപറമ്പിൽ. മുത്തശ്ശി തെല്ലും അഭിമാനത്തോടെ തന്നെയാണ് അവൻ്റെ പേര് പറഞ്ഞത്. ആമി അപ്പോഴും ആ കുഞ്ഞു മുഖത്തേക്ക് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. പെട്ടെന്നാണ് വീടിന് മുന്നിൽ ഏതോ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന ശബ്ദം രണ്ടുപേരും കേൾക്കുന്നത്. ആരാണാവോ മുത്തശ്ശി? ആമി മുത്തശ്ശിയോട് സംശയത്തോടെ ചോദിച്ചു. ആരെങ്കിലും എന്നെ കാണാൻ വരുന്നത് തന്നെ ആയിരിക്കും ആമിക്കൊച്ചെ. ഈയിടെയായിട്ട് വിസിറ്റേഴ്സ് ഇവിടെ പതിവാണല്ലോ. മുത്തശ്ശി തമാശ കലർത്തി പറഞ്ഞതും ആമിയും അതിന് ചിരിച്ചു. കാരണം ആ പറഞ്ഞത് ശരിയാണ്. മുത്തശ്ശിക്ക് വയ്യാതിരിക്കുന്നത് കൊണ്ട് തന്നെ പള്ളിയിൽ നിന്നും മറ്റുള്ള സംഘങ്ങളിൽ നിന്നും അയൽവക്കത്തു നിന്നുമെല്ലാം എപ്പോഴും ഓരോരുത്തരായി കാണാൻ വന്നുകൊണ്ടിരിക്കും. രാവിലെ മുതൽ തുടങ്ങിയാൽ രാത്രി വരെ ഓരോരുത്തരിങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അടുക്കളയിൽ നിൽക്കുന്നവർക്കും ഇരട്ടി പണിയാണ്. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കലക്കലും ചായ വെക്കലും ഒക്കെ തന്നെയാണ് ജോലി. ഞാൻ ആരാണെന്ന് നോക്കണോ മുത്തശ്ശി? ആ, പോയൊന്ന് നോക്കിയിട്ട് വാ. ആമി അത് പറഞ്ഞ് എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു. അങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് വന്ന് വാതിൽ കടന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ആരുമായിട്ടോ അവൾ കൂട്ടിയിടിച്ചത്. നേരെ നോക്കാതെ പെട്ടെന്ന് ഇറങ്ങി വന്നത് കൊണ്ട് തന്നെ അവൾക്ക് മുന്നിൽ ആളുണ്ടായത് കാണാൻ കഴിയുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് പെട്ടെന്ന് കൂട്ടിയിടിച്ചത്. ഇടിച്ച ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായില്ലെങ്കിലും പെട്ടെന്നായതുകൊണ്ട് തന്നെ ആമി പിന്നിലേക്ക് വീഴാൻ പോയിരുന്നു. എങ്കിലും അവൻ്റെ കൈകൾ അവളെ പിടിച്ചു നിർത്തി. പെട്ടെന്ന് സ്വബോധം വീണ്ടെടുത്തതുപോലെ അവൾ തലയൊന്ന് കുടഞ്ഞ് മുന്നിലേക്ക് നോക്കി. മുന്നിൽ കറുപ്പ് ഷർട്ടും മുണ്ടും ഒക്കെ ഉടുത്ത് വേതാളത്തെ പോലെയൊരു രൂപം. ഒരു തവണ നോക്കിയത് പോരാതെ അവൾ വീണ്ടും വീണ്ടും തലയൊന്ന് കുടഞ്ഞുകൊണ്ട് അവനെ സൂക്ഷിച്ചു നോക്കി. നീ ഏതാ കൊച്ചേ? അവളുടെ മട്ടും ഭാവവും കണ്ട് ശബ്ദത്തിൽ അല്പം ഗൗരവവും ദേഷ്യവും വരുത്തിക്കൊണ്ട് തന്നെയാണ് അവൻ അത് അവളോട് ചോദിച്ചത്. ആമിയാണെങ്കിൽ പെട്ടെന്ന് അയാളെ പോയി ഇടിച്ചതുകൊണ്ടും അയാളുടെ ഗൗരവത്തോടെയുള്ള ചോദ്യം കേട്ടപ്പോഴും ഫുള്ള് ബ്ലാങ്ക് ആയിട്ടായിപ്പോയി. ഇതിനൊന്നും ബോധവും ഇല്ലേ? അങ്ങനെ ചോദിച്ചുകൊണ്ട് അവൻ അവളെ മറികടന്ന് അകത്തേക്ക് കടന്നു. അമ്മാമ്മേ. അവൻ മുറിയുടെ വാതിൽക്കൽ നിന്ന് അകത്തേക്ക് നോക്കി വാത്സല്യത്തോടെയും കൊഞ്ചലോടെയും വിളിച്ചു. പുറത്തുനിന്ന് തന്നെ അവൻ്റെ ശബ്ദം കേട്ട് മുത്തശ്ശി മുഖം പതിവിലും വലിയ ഗൗരവത്തിൽ തന്നെ പിടിച്ചു. മുഖഭാവത്തിൽ നിന്ന് തന്നെ എത്രത്തോളം ദേഷ്യത്തിലാണ് മുത്തശ്ശി എന്നും മനസ്സിലാക്കാവുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. താൻ വിളിച്ചിട്ടും ഒന്നും മിണ്ടാതെ മുത്തശ്ശി ദേഷ്യത്തോടെ ഇരിക്കുന്നത് കണ്ടതും അവൻ തന്നെ അകത്തേക്ക് കയറാമെന്ന് കരുതി കാലെടുത്ത് അകത്തേക്ക് കയറാൻ ഒരുങ്ങി. എൻ്റെ അനുവാദം ഇല്ലാതെ എൻ്റെ മുറിയിലേക്ക് കാലെടുത്ത് വെച്ചാൽ ആ കാല് ഞാൻ വെട്ടും. അതേത് കൊമ്പത്തുള്ളവനാണെങ്കിലും ശരി. അവൻ എടുത്ത കാല് നിലത്തേക്ക് ഉറപ്പിക്കും മുന്നേ മുത്തശ്ശിയുടെ വാക്കുകൾ അവനെ തേടിയെത്തി. മുന്നിലേക്ക് വെച്ച കാല് അതുപോലെ തന്നെ പിന്നിലേക്ക് എടുത്തു അവൻ. മുത്തശ്ശിയുടെ ശബ്ദം കേട്ടപ്പോഴാണ് ആമി തിരികെ മുറിയിലേക്ക് വരാൻ ഒരുങ്ങിയത്. അവൻ നിൽക്കുന്നതിൻ്റെ സൈഡിലൂടെയുള്ള ഗ്യാപ്പിലൂടെ അവൾ മുത്തശ്ശിയുടെ അടുത്തേക്ക് അകത്തേക്ക് കയറി. ഈ അറിയാൻ വയ്യാത്തവരെയൊക്കെ ആരാണ് ആമിക്കൊച്ചെ അകത്തേക്ക് കയറ്റിവിട്ടത്? ദേഷ്യത്തോട് തന്നെയാണ് ചോദിച്ചതെങ്കിലും അതിൽ അവളോടുള്ള വാത്സല്യവും ഉണ്ടായിരുന്നു. മുത്തശ്ശിയുടെ ആമിക്കൊച്ചെ എന്നുള്ള വിളിയിൽ അവൻ അവളെ ഒന്ന് ഗൗരവത്തിൽ നോക്കി, കൂടെ മുത്തശ്ശിയെയും. ഇതാരാ? അവൻ്റെ ശബ്ദത്തിൽ ഗൗരവവും കുശുമ്പും നിറഞ്ഞു നിൽക്കുന്നത് മുത്തശ്ശിക്ക് എളുപ്പം മനസ്സിലാകുന്നുണ്ടായിരുന്നു. അതെന്തിനാ നീ അറിയുന്നത്? അവൻ്റെ ചോദ്യത്തിലുള്ള കുശുമ്പും ദേഷ്യവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ മുത്തശ്ശി പുച്ഛത്തോടെ അവനോട് ചോദിച്ചു. ദേ ത്രേസ്യാമ്മേ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത്. അവൻ അകത്തേക്ക് കയറി. നിന്നോട് ഞാൻ അകത്തേക്ക് കയറരുതെന്നല്ലേടെ പറഞ്ഞത്? രണ്ടുപേരുടെയും ഈ സംസാരം കേട്ട് പകച്ചു നിൽക്കുകയായിരുന്നു ആമി. അവൾക്കാണെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ലായിരുന്നു. അവൾ അന്തവും കുന്തവും ഇല്ലാത്തതുപോലെ രണ്ടുപേരെയും മാറി മാറി നോക്കുന്നുണ്ട്. ഞാൻ കയറും. ചിലപ്പോൾ കട്ടിലിലിരിക്കും, ചിലപ്പോൾ ദാ ഇങ്ങനെ കിടക്കുകയും ചെയ്യും. പറയുന്നതിനനുസരിച്ച് അവൻ അകത്തേക്ക് കയറി കട്ടിലിൽ കിടന്ന് മുത്തശ്ശിയുടെ ഒടിയാത്ത കാലിൻ്റെ തുടയിലേക്ക് തല വെച്ച് കിടന്നു. ഇപ്പോൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഇവിടെ ആർക്കും നിന്നെ വേണ്ട. അവനെ മടിയിൽ നിന്ന് പിടിച്ചു മാറ്റിയില്ലെങ്കിലും അവർ ദേഷ്യത്തിൽ തന്നെ അവനോട് തിരികെ പറഞ്ഞു. എൻ്റെ ത്രേസ്യയെക്കുറിച്ച് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. അവൻ അവരുടെ താടിത്തുമ്പിൽ പിടിച്ച് ഒന്ന് കൊഞ്ചിക്കുന്നത് പോലെ പറഞ്ഞു. അവരാ കൈകൾ അങ്ങനെ തന്നെ തട്ടിയെറിഞ്ഞു. ചോദിച്ചതിന് ഉത്തരം പറയും ത്രേസ്യക്കൊച്ചേ. ഈ പെങ്കൊച്ചേതാ? ഇതെൻ്റെ പുതിയ കൂട്ടുകാരിയാണ്, നിനക്ക് പകരം. അവർ കെറുവോടെ അവനോട് പറഞ്ഞു. അതിന് അവൻ അവരെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. ഓ, അപ്പോൾ ഇതാണല്ലേ പുതിയ ഹോം നഴ്സ്. അവൻ അവരുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റ് ആമിയെ ഒന്ന് മൊത്തത്തിൽ നോക്കി. അവൻ തന്നെ നോക്കുന്നത് കണ്ടതും അവളും ഒന്ന് അവനെ നോക്കി. ഒറ്റ നോട്ടം മാത്രം. അത് കഴിഞ്ഞപ്പോൾ തന്നെ അവൾ അവനിൽ നിന്ന് നോട്ടം മാറ്റിയിരുന്നു. ഇത്രയും ആളുകളും ഇവളും ഒക്കെ ഇവിടെ ഉണ്ടായിട്ടാണോ അമ്മമ്മ വീണത്? അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിക്കൊണ്ട് അതവൻ അല്പം ഗൗരവത്തിൽ തന്നെയാണ് ചോദിച്ചത്. ദേ, ഇനി ഇത് പറഞ്ഞ് ഇവിടെയുള്ളവരോട് ഇവളോടൊന്നും മെക്കിട്ട് കയറാൻ നിൽക്കണ്ട നീ.
ഞാൻ വീണിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ശ്രദ്ധക്കുറവ് കൊണ്ട് മാത്രമല്ല ഞാൻ വീഴുന്ന സമയത്ത് ഇവളിവിടെ ഉണ്ടായതുമില്ല. പിന്നെ നീ ഇവിടെ ഉണ്ടെങ്കിൽ ഇവരുടെ ആരുടെയും ആവശ്യം എനിക്കില്ലല്ലോ. നിനക്കതിന് പറ്റാതിരിക്കുമല്ലേ? അപ്പോൾ പിന്നെ നീ എൻ്റെ കാര്യമൊന്നും അന്വേഷിക്കാൻ നിൽക്കണ്ട. മുത്തശ്ശി ഗൗരവത്തിലും അല്പം ദേഷ്യത്തിലും പറഞ്ഞതും അവൻ അവരെ ഒന്ന് മുഖം ചുളിച്ചു നോക്കി. ഇപ്പോൾ അമ്മാമ്മയുടെ സുഖവിവരം അന്വേഷിക്കാൻ വന്നതാകുമല്ലേ എൻ്റെ കൊച്ചുമോൻ? മുത്തശ്ശി വീണ്ടും ഗൗരവത്തിൽ ചോദിച്ചതും അവൻ എന്തു പറയണമെന്നറിയാതെ തല ചൊറിഞ്ഞു. ദേ, എനിക്കിവിടെ ഒരു കുഴപ്പമില്ല. എന്നെ നോക്കാൻ എനിക്ക് ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. നീ ഇനി എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോകാൻ നോക്കിക്കോ. വന്ന് എൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു കഴിഞ്ഞല്ലോ. മുത്തശ്ശി വീണ്ടും അങ്ങനെ മാത്രം പറഞ്ഞുകൊണ്ട് അവനിൽ നിന്ന് മുഖം തിരിച്ചു. ചത്തുവെന്ന് പറഞ്ഞാൽ അടിയന്തരം കഴിഞ്ഞിട്ട് വന്നാൽ മതി ഇനി. ദേഷ്യം തീരാത്തതുപോലെ മുത്തശ്ശി വീണ്ടും ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരുന്നു. അത് പറഞ്ഞപ്പോൾ അവൻ ആമിയെയും മുത്തശ്ശിയെയും മാറി മാറി നോക്കി. അവർ അവരുടെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലൊന്നും ഇടപെടണ്ടല്ലോ എന്ന് കരുതി അവൾ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിക്കൊടുത്തു. അവൾ പുറത്തേക്കിറങ്ങിയതും അവൻ വന്ന് മുറിയുടെ വാതിലടച്ചു. ദേഷ്യത്തോടെ ഇരിക്കുന്ന മുത്തശ്ശിയെ ഒന്ന് നോക്കിക്കൊണ്ട് അവൻ കട്ടിലിൻ്റെ താഴെയായി മുത്തശ്ശിയുടെ കാൽക്കലേക്കിരുന്നു. അത് കണ്ടിട്ടും മുത്തശ്ശി അവനെ മൈൻഡ് ചെയ്യാൻ പോയില്ല. അതുപോലെ തന്നെ അവനിൽ നിന്നും മുഖം തിരിച്ചു തന്നെ ഇരുന്നു. പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കാലിലേക്ക് അവൻ തൻ്റെ മുഖമമർത്തി. പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്ന കാലിൽ നിന്നും പുറത്തേക്ക് കാണുന്ന ചെറുവിരലിൽ അവനൊന്ന് ചുംബിച്ചു. എന്നിട്ടും മുത്തശ്ശി അനങ്ങിയില്ല. അവനെ മൈൻഡ് ചെയ്യാത്തതുപോലെ തന്നെ ഇരുന്നു. അവൻ്റെ കണ്ണുനീർ ആ വിരലിലേക്ക് വീണതും അതവർക്ക് താങ്ങാനായില്ലായിരുന്നു. എബി, അവരവനെ സ്നേഹത്തോടെ വിളിച്ചു. അത്രയും മതിയായിരുന്നു അവനും. സ്നേഹത്തോടെയുള്ള ആ ഒരു വിളി. അവൻ എഴുന്നേറ്റ് അവരെ കെട്ടിപ്പിടിച്ചു. ഇത്രയും വലിയ കാട്ടാളനെ പോലെ ഇരിക്കുന്നവൻ കരയുന്നോ? മുത്തശ്ശി അവനെ കളിയാക്കി. ഞാൻ അതിന് കരഞ്ഞൊന്നുമില്ല. നിറഞ്ഞ കണ്ണുകൾ അങ്ങനെ തന്നെ തുടച്ചതിന് ശേഷമാണ് അവൻ അവരെ നോക്കിയത്. പക്ഷേ ഇപ്പോഴും കലങ്ങിയിരിക്കുകയാണ് ആ കണ്ണുകൾ. എന്തു പറ്റിയതാണ് ത്രേസ്യ കൊച്ചേ ഇത്? അവൻ അവരുടെ കവിളിൽ കൈവച്ചുകൊണ്ട് കാലിലേക്ക് നോക്കി ചോദിച്ചു. ഒന്നുമില്ലട ചെക്ക, ഇപ്പം കുഴപ്പമൊന്നുമില്ല. വേദനയും കുറവുണ്ട്. എന്നാലും സൂക്ഷിക്കണ്ടേ? ഈ കൃഷിയും മറ്റുമൊക്കെ നോക്കാൻ ഒരുപാട് പേര് ഇവിടെ തന്നെ ഉണ്ടല്ലോ. എന്നാലും അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. അങ്ങനെ നടക്കും. അവൻ അവരെ പിണങ്ങി. എന്നാൽ ഒരു പണി ചെയ്, നിനക്കിവിടെ നിൽക്കാമല്ലോ. എന്നിട്ടും അത് പറ്റാത്തത് കൊണ്ടല്ലേ? അവനോട് മുത്തശ്ശി പറഞ്ഞതും അവൻ അവരെ ഒന്ന് ഗൗരവത്തിൽ നോക്കി. ആ, ഞാൻ അതും തീരുമാനിച്ചു തന്നെയാണ് വന്നിരിക്കുന്നത്. എൻ്റെ കൂടെ വരാൻ പറഞ്ഞാൽ എന്തായാലും അമ്മമ്മ കേൾക്കില്ല. അതുകൊണ്ട് കൊച്ചിയിലെ എല്ലാ കാര്യങ്ങളും ഒതുക്കി എല്ലാം ഇങ്ങോട്ട് സെറ്റാക്കി ഞാൻ. അതൊക്കെ കഴിഞ്ഞ് വരാൻ നിന്നതുകൊണ്ടാണ് 2 ദിവസം കൂടി താമസിച്ചത്. അവൻ അങ്ങനെ പറഞ്ഞു കേട്ടപ്പോൾ ഉള്ളിലൊരു സന്തോഷമായി എങ്കിലും പുറത്ത് പ്രകടിപ്പിച്ചില്ല മുത്തശ്ശി. ഓ, ഇനിയെങ്കിലും ഒന്ന് ചിരിക്കേണ്ട ത്രേസ്യ കൊച്ചേ. അവൻ അവരുടെ കവിളിൽ പിച്ചി വലിച്ചതും അവർ ഇത്ര നേരം മറച്ചു വെച്ച ചിരി പുറത്തേക്ക് വന്നു. പോയി കാട്ടാളവേഷമൊക്കെ ഒന്ന് മാറടാ താൻ തോന്നി. അവരവൻ്റെ കയ്യിലൊന്ന് തല്ലി. അങ്ങനെ സംസാരിച്ചിരിക്കുന്ന സമയത്താണ് വാതിലിൽ ഒരു മുട്ട് കേൾക്കുന്നത്. മുത്തശ്ശിയെ ഒന്ന് നോക്കി അവൻ പോയി വാതിൽ തുറന്നു. ആമിയായിരുന്നു. മുത്തശ്ശിക്ക് മരുന്ന്. അവൻ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് അവൾ വാക്കുകൾക്കായി പരതിപ്പോയി. അവനൊന്ന് മൂളിക്കൊണ്ട് വാതിൽക്കൽ നിന്ന് നീങ്ങിക്കൊടുത്തു. അകത്തേക്ക് കയറി ആമി മുത്തശ്ശിയെ പോലും നോക്കാതെ നേരെ വന്ന് മരുന്ന് വെക്കുന്ന ടേബിളിൽ നിന്ന് മരുന്നെടുക്കാൻ തുടങ്ങി. അല്ല, അമ്മാമ്മയുടെ പുതിയ കൂട്ടുകാരിക്ക് അമ്മാമ്മ ആളുകളെ ഉന്തിയിടാനുള്ള വല്ല കൊട്ടേഷനും കൊടുത്തിട്ടുണ്ടോ? ഗൗരവത്തിൽ അവൻ ചോദിച്ചതും ആമി ഒന്ന് ഞെട്ടി. എങ്കിലും അത് മൈൻഡ് ചെയ്യാതെ മരുന്നൊക്കെ എടുത്ത് മുത്തശ്ശിയുടെ നേരെ നീട്ടി. അതെന്നതാടാ നീ അങ്ങനെ പറഞ്ഞത്? അവൻ്റെ ചോദ്യം കേട്ടതും മുത്തശ്ശി ചിരിയോടെ തിരികെ ചോദിച്ചു. അതിനവൻ കട്ടിലിലേക്ക് വന്നിരുന്നു. അതോ, വന്നു കയറിയപ്പോൾ തന്നെ ഇയാൾ എന്നെ ഇടിച്ചിട്ടേനെ. കണ്ണും വെളിവും ഇല്ലാത്തവരെയൊക്കെയാണോ അമ്മാമ്മ ജോലിക്ക് നിർത്തുന്നത്? അവൻ ഗൗരവത്തിൽ തന്നെ ചോദിച്ചു. തുടരും. അപ്പോൾ വീഡിയോ കണ്ടവരെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും അത് കമൻറ്റായിട്ട് അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പാർട്ടായിട്ട് നാളെ വരാട്ടോ. ബൈ.